നമ്മൾ പലരും നമ്മുടേതായ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരാണ്. ബിസിനസ്സിനെ മനസ്സിലാക്കുന്നവരും ബിസിനസ്സിനെ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ പല കാര്യത്തിലും സ്മാർട്ട്നെസ് നമ്മൾ പറയാറുണ്ട്. ഒരു സ്മാർട്ടായ യുഗത്തിലാണ്, അല്ലെങ്കിൽ ഒരു സ്മാർട്ടായ ആക്ഷനിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ സംവിധാനത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ബിസിനസ്സിനെ സ്മാർട്ടാക്കാൻ ഒരു 8ഓളം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾ തന്നെയാണ്. പീപ്പിൾ എന്ന് പറയും, റൈറ്റ് പീപ്പിൾ. ശരിയായ ഒരാൾ ബിസിനസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമായി. രണ്ടാമത്തെ കാര്യം, ആ ആൾ നന്നായതുകൊണ്ട് കാര്യമില്ല. ശരിയായ ആൾ ശരിയായ ഉദ്ദേശം ഉണ്ടാവണം. ഇൻറ്റൻഷൻ എന്ന് പറയും, റൈറ്റ് ഇൻറ്റൻഷൻ. അദ്ദേഹത്തിന് ആ ഉദ്ദേശത്തിൽ കുറേ പൈസ മാത്രം ഉണ്ടാക്കണം എന്നത് മാത്രമായി പോകുമ്പോൾ അത് മാത്രമേ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അതേസമയം സമൂഹത്തിന് ഇതുകൊണ്ട് ഒരുപാട് നന്മയുണ്ടാവണം. എൻ്റെ കുടുംബത്തിന്, അതുപോലെ തന്നെ എൻ്റെ നാടിന് മേന്മയുണ്ടാവണം. സർക്കാരിലേക്ക് ഞാൻ കൊടുക്കുന്ന ഓരോ GST തുകയും, അതുപോലെ തന്നെ എക്സൈസ് ഡ്യൂട്ടിയും ഇൻകം ടാക്സും ഉപയോഗിച്ച് ഇവിടെ ഈ രാജ്യത്തിന് സ്കൂളുകളും പാലങ്ങളും ഹോസ്പിറ്റലുകളും അതുപോലെ എയർപോർട്ടുകളും ഇതുപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ, ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകണം. ഇതൊരു ഇൻറ്റൻഷനാണ്. അപ്പോൾ ഒരു ഇൻറ്റൻഷൻ പൈസ എന്നുള്ളതിൽ നിന്ന് മാത്രം ചുരുങ്ങുന്നിടത്ത് വിശാലമായൊരു ഇൻറ്റൻഷനിലേക്ക്. ഇതുപോലെ മൂന്നാമത്തെ കാര്യം റൈറ്റ് ഡിസിഷനാണ്. യഥാർത്ഥമായ ശരിയായ ഒരു തീരുമാനമെടുത്തില്ല എങ്കിൽ അവിടെ എല്ലാം പാടും. അത് വളരെ പ്രധാനമാണ്. നാലാമത്തത് റൈറ്റ് പ്രൊഡക്റ്റ് ആവുക എന്നുള്ളതാണ്. കാരണം ഈ ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉൽപ്പന്നങ്ങൾ നിറഞ്ഞ, സേവനങ്ങൾ നിറഞ്ഞ ഒരു മഹാലോകത്ത്, ഒരു മായിക ലോകത്ത് നമ്മൾ നമ്മുടെ ബിസിനസ്സിന് അനുയോജ്യമായ ഒരു ഉൽപ്പന്നം തിരഞ്ഞെടുക്കുന്നിടത്ത് വളരെ വളരെ പ്രത്യേകതയുണ്ട്. അത് ശരിയായിരിക്കുക എന്നുള്ളതാണ് ഒരു സ്മാർട്ട് ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടയാളം. ഇതേപോലെ റൈറ്റ് ടൈം. സമയം തെറ്റിപ്പോയാൽ എല്ലാം എന്താവും? പ്രയാസത്തിലാവും. കാരണം ഒരു മാന്ദ്യകാലത്ത്, റിസഷൻ ഉള്ള കാലം, അതുപോലെ തന്നെ ഒരു യുദ്ധകാലം, അല്ലെങ്കിൽ ഒരു ബൂമിങ് ടൈം, ഇതൊക്കെ വളരെ വളരെ വ്യത്യസ്തമായ സമയങ്ങളാണ്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയം, ഒരു പ്രൊഡക്റ്റ് ബിസിനസ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ സ്മാർട്ട്നെസ്സിന്. ഇതേപോലെ തന്നെയാണ് മാർക്കറ്റ്. നമ്മൾ ഏത് മാർക്കറ്റിലേക്കാണ്, ഏത് പ്ലേസിലേക്കാണ് നമ്മുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ബിസിനസ് തുടങ്ങാൻ പോകുന്ന മാർക്കറ്റ് വളരെയേറെ പ്രാധാന്യപൂർവ്വം നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. അത് നമുക്ക് വിദേശ മാർക്കറ്റുകളാകാം, അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകളാകാം, പിന്നെ അമേരിക്കൻ കൺട്രിയിലാവാം, അതുപോലെ GCC കൺട്രിയിലാവാം, ഇന്ത്യയിലാവാം. ഇന്ത്യയിലെവിടെ പല സംസ്ഥാനങ്ങളുണ്ട്. ഇനി കേരളത്തിലാണെങ്കിൽ ഏതെങ്കിലും ഡിസ്ട്രിക്ട് തിരഞ്ഞെടുക്കാം, ഡിസ്ട്രിക്റ്റിൽ തന്നെ ഏതെങ്കിലും ലൊക്കാലിറ്റി തിരഞ്ഞെടുക്കാം. ഈ പ്ലേസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്, ഭൂമിയോളം വലുതാണ്. അപ്പോൾ എവിടെയാണ് നമ്മുടെ മാർക്കറ്റ് പ്ലേസ് എന്നത് റൈറ്റ് ആയിട്ടിരിക്കുക എന്നത്. ഇതേപോലെ തന്നെയാണ് പ്രൈസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണല്ലോ. അതായത് സ്മാർട്ട്നെസ് ഉള്ള ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം തന്നെ ആളുകൾക്ക് അംഗീകരിക്കാവുന്ന, അഫോർഡബിൾ ആയിട്ടുള്ള, വളരെ ഫീസിബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിങ് കൊടുക്കുക എന്നുള്ളതാണ്. വില നിലവാരം, ആ മൂല്യം, കൊടുക്കുന്ന മൂല്യത്തിനനുസരിച്ചുള്ള ഒരു വില. മൂല്യം കൂടുതലും വില അല്പം കുറവാണെങ്കിൽ വളരെ ഇടിച്ചു കയറി ആ ബിസിനസ് മുന്നോട്ട് കുതിക്കുന്നത് കാണാൻ പറ്റും. അതേസമയം മൂല്യം കുറവും കുറച്ച് പ്രൈസ് കൂടുതലാണെങ്കിൽ അത് മെല്ലെ മെല്ലെ താഴോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് നമ്മളെ പ്രൈസിങ് ഇമ്പോർട്ടൻസ് ഫാക്ടറായി തീരുന്ന പ്രധാനപ്പെട്ട സ്മാർട്ട്നെസ്സിൻ്റെ അടയാളം. ലാസ്റ്റ് വൺ, റൈറ്റ് മെത്തേഡ് ആവുക എന്നത്. കാരണം ഏത് രീതിശാസ്ത്രത്തിലാണ്, ഏത് മാർക്കറ്റിൽ നമ്മൾ ആ മാർക്കറ്റിൽ കോമ്പറ്റീറ്റർ സ്ട്രാറ്റജികൾ ഉണ്ടാവും, അതുപോലെ തന്നെ ആ മാർക്കറ്റിൻ്റെ പ്രത്യേകതകൾ ഉണ്ടാവും, ആ മാർക്കറ്റിലെ നമുക്ക് അറിയാത്ത കുറേ ഹിഡൻ സംഗതികൾ ഉണ്ടാവും. ഇതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ പോളിസികൾ, സമീപനങ്ങൾ, സ്ട്രാറ്റജികൾ, ആ മെത്തേഡ്, റൈറ്റ് മെത്തേഡിൽ നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് ഈ 8 പ്രധാനപ്പെട്ട അടയാളങ്ങളുള്ള ഒരു സ്മാർട്ട് ബിസിനസ്സായിട്ട് നമ്മുടെ ബിസിനസ് മാറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ 8 അടയാളങ്ങളിൽ ഏതൊക്കെ നമുക്കുണ്ട്, ഏതെല്ലാം നമ്മളിൽ നിന്ന് കൈമോശം വന്നിരിക്കുന്നു എന്ന്
പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തിരുത്താവുന്നതാണ്. ഇനി ഒരു പുതിയ ബിസിനസ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 8 വളരെ പ്രാധാന്യമുള്ള ഗൗരവമുള്ള കാര്യങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് പോയാൽ നമ്മൾ ഒരിക്കലും കഷ്ടപ്പെടില്ല. ആ ബിസിനസ് ഏറ്റവും നന്നായി പച്ചപിടിച്ച് വളർന്ന് പന്തലിച്ച് വലിയൊരു വിജയമായി തീരും എന്നത് തീർച്ചയായിരിക്കും.